മച്ചവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ ബ്ലോഗ്സ് അഭിലാഷ്. നമ്മളിപ്പോ ഉള്ളത് പെരിങ്ങാവിലുള്ള ജോൺസ് ഹോണ്ട ബിഗ് വിങ്ങിലാണ് കേട്ടോ. എന്താന്നല്ലേ, 2025 വരുമ്പോ ഹൈനസ് 350 പുതിയ അപ്ഡേഷനോട് കൂടിയിട്ട് വന്നേക്കാണ്. അപ്പൊ ആ ഒരു വാഹനത്തിന്റെ വിശേഷങ്ങളായിരിക്കും കേട്ടോ. ഹോണ്ടനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 2004 നമുക്ക് എൻജിൻ നോയ്സ് ഇല്ലാത്ത ഒരു ഫാൻ ബേസ് വാഹനം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏതാന്ന് മനസ്സിലായില്ലേ? നമ്മുടെ സ്വന്തം യൂണിക്കോൺ കേട്ടോ. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, നമുക്ക് 2004 തൊട്ട് അല്ലെങ്കിൽ 2004 മുന്നേ ഹോണ്ടയുടെ ആ എൻജിൻ പെർഫോമൻസ് അത് മുട്ടാൻ പറ്റില്ല കേട്ടോ. ഹൈനസ് എന്ന് പറയുമ്പോൾ നമുക്ക് റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന് നൈസായിട്ട് ഒരു വെടി കൊടുത്ത മുതലാ അല്ലെ. അപ്പൊ അവന്റെ വിശേഷങ്ങളിലേക്ക് പോവല്ലേ? പോരെ. നമ്മുടെ ഹോണ്ട CB 350 ഹൈനസിന്റെ വിശേഷങ്ങൾ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് നമ്മുടെ ബിഗ് വിങ്ങിലെ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വിഷ്ണു അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട്. വിഷ്ണു അച്ഛനോട് നമുക്ക് ചോദിക്കാം. വിഷ്ണു അച്ഛൻ നമസ്കാരം. ഹായ് ബാബു. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ കാണാറില്ല. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. നമുക്ക് ഏകദേശം ഇപ്പോ ഹൈനസിന്റെ 4 ടൈപ്പ് ഓഫ് അപ്ഡേഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതില് ഒന്ന് ഹെഡ്ലൈറ്റിന്റെ വിസിബിലിറ്റി ആണ്. പഴയ വണ്ടിനേക്കാളും കുറച്ചും കൂടി ഹെഡ്ലൈറ്റ് വിസിബിലിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട്. അതെ. അതുപോലെ തന്നെ ലോഗോയില് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമുക്കിപ്പോ ഹോണ്ടാന്ന് എഴുതിക്കുന്ന ആ ഒരു ലോഗോന്റെ കൂടെ തന്നെ ഉള്ള ഒരു കമ്പയർ ചെയ്ത് വരുന്ന പോലെ CB 350 ഹൈനസ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ലോഗാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് പഴയ ലോഗോ. ഒരു റെഡിഷ് കളറായിരുന്നു. ഇപ്പൊ നമുക്കതൊരു സിൽവർ കളറായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു ഏരിയ ആണ് ടൈലൈറ്റ്. ഇപ്പൊ നമുക്കൊരു സ്മോക്കി എഫക്റ്റ് ആണ് വന്നിരിക്കുന്നത്. ഇതായിരുന്നു നമുക്ക് ആദ്യം വന്നിരുന്ന ടൈലൈറ്റ്. അതുപോലെ തന്നെ നമുക്കൊരു 2 പുതിയ കളറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഹൈനസിൽ. ഒന്ന് പേൾഡ് ഡീപ്പ് ഗ്രൗണ്ട് ഗ്രേ എന്ന് പറഞ്ഞൊരു കളറും പിന്നെ റിബിൾ റെഡ് എന്ന് പറഞ്ഞൊരു കളറും കൂടിയാണ് ഹൈനസിൽ പുതുതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു 2 കളേഴ്സ് ആണ്. 2 കളേഴ്സും എന്താ പറയാ, നല്ലൊരു വെറൈറ്റി കളേഴ്സ് ആണ്. അതെ. ലൈറ്റ് കളേഴ്സ് ആണ്. ഹെഡ്ലൈറ്റ് വരുന്നത് LED ആണ്. വിസിബിലിറ്റി ആണ് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ DR വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ വരുന്നത് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ആണ്. പിന്നെ അലോയ് വീൽസും കൂടിയാണ് ആഡ് ആവുന്നത്. ഓക്കെ, ഡിസ്ക് ബ്രേക്ക് നമുക്ക് ബാക്കും ഫ്രണ്ടും ABS ആണ്. ഓക്കെ, പിന്നെ എഞ്ചിൻ ബേസ് ഒക്കെ നോക്കുകയാണെങ്കിൽ 350 ആണ് എഞ്ചിൻ വരുന്നത്. അതിൽ നമുക്ക് 21 bhp 30 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആക്ഷൻ കൺട്രോൾ എന്നൊരു ഫീച്ചറും കൂടി വണ്ടിയിലുണ്ട്. അത് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് ബാക്ക് റെസ്റ്റ് ഒക്കെ ഈ ഒരു വാഹനം മേടിക്കുന്നതിനോടൊപ്പം തന്നെ ഉണ്ടോ? അല്ല, ഇത് നമുക്ക് അഡീഷണൽ ഫിറ്റിംഗ്സ് ആയിട്ടാണ് വരുന്നത്. നമുക്കൊരു പില്ലൻ റൈഡർ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. ജെനുവിൻ പാർട്ട് വരുന്ന ഒരു മോഡലാണ്. കുറച്ച് നല്ല രീതിയിൽ കംഫർട്ട് തരുന്ന ഒരു ഐറ്റാണ് നമുക്ക്. അതിന്റെ ടാങ്ക് കപ്പാസിറ്റി ഒക്കെ എങ്ങനെയാണ്? ടാങ്ക് കപ്പാസിറ്റി വരുന്നത് നമുക്കൊരു 15 ലിറ്റർ ആണ്. 15 ലിറ്റർ ആണ് വണ്ടിയിൽ വരുന്നത്. നമുക്ക് മീറ്റർ ക്ലസ്റ്റർ ആണെങ്കിലും ആ പഴയ മീറ്ററിൽ വേണമെങ്കിൽ ഒരു ചെറിയൊരു വ്യത്യാസം പറയാം. നമുക്ക് ഇതിന്റെ ഡിജിറ്റിന്റെ സ്റ്റൈലിൽ ഒരു ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. വിഷ്ണുവചൻ, അപ്പോ 2025 ഹൈനസ് CB 350 വരുമ്പോ ഇത്ര മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്. അതെ. ഓക്കെ, അപ്പൊ ഇതിൽ എത്ര വേരിയൻസ് വന്നിട്ടുണ്ട്? ഇതിലിപ്പോ ഹൈനസിൽ തന്നെ 3 വേരിയന്റ് ഉണ്ട്. ഡിലക്സ് 1, ഡിലക്സ് 2, ഡിലക്സ് 3 എന്ന് പറഞ്ഞ 3 വേരിയന്റ്സ് ഉണ്ട്. ഓക്കെ, ഡിലക്സ് 1 ആവുമ്പോൾ നമുക്ക് അതിൽ കളേഴ്സ് കിട്ടുന്നത് 2 കളേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം നമുക്ക് 4 കളേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പൊ നമുക്ക് 2 കളറായിട്ട് മാറിയിട്ടുണ്ട്. 2 കളർ എന്ന് പറയുമ്പോൾ ഗ്ലോസി ബ്ലാക്കും ഈ ഒരു ഗ്രേ പേൾ ഡീപ് ഗ്രൗണ്ട് ഗ്രേ ആണ് പുതിയത് വന്നിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഗ്ലോസി ബ്ലാക്ക് നമുക്ക് ഇവിടെ ഉണ്ടോ? അവൈലബിൾ ആണ്. ആ ഒരു മോഡലാണ് കളർ വരാം. പഴയ അതേ കളർ തന്നെയാണ്. ആ ഒരു ടൈപ്പ് അല്ലേ? അത് തന്നെ, സെയിം. ഓക്കെ, പിന്നെ നമുക്ക് ഉള്ളത് റെഡ്. പിന്നെ സെക്കൻഡ് വേരിയന്റ് ആണ്. സെക്കൻഡ് വേരിയന്റ് അതിൽ നമുക്കൊരു 3 കളേഴ്സ് വരും. ബേസില് 2 കളർ ആകുമ്പോൾ ഇതിൽ 3 കളേഴ്സ് ആണ് കിട്ടുക. സെക്കൻഡ് വേരിയന്റിൽ ഫുൾ ബോഡി ബ്ലാക്ക് ആയിരിക്കും. അതുപോലെ റിബിൾ റെഡ് ഫുൾ ബോഡി ഈ ഒരു കളർ ആയിരിക്കും. പിന്നെ വരുന്നതാണ്
നമുക്കതിൽ ഇതേ സെയിം കളർ തന്നെ ഫുൾ ബോഡി കിട്ടും. ഫുൾ ബോഡി ഡീപ് ഗ്രൗണ്ട് ഗ്രേ ഫുള്ള് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മുടെ ടോപ്പ് എൻഡ് എവിടെയാ? ടോപ്പ് എൻഡ് ആകുമ്പോൾ നമുക്കൊരു സ്റ്റിക്കർ വർക്ക് വരുന്ന ഒരു മോഡലാണ്. ഫ്രണ്ടില് നമുക്ക് ക്രോം ഫിനിഷ് വരും. ഓക്കെ, നമുക്ക് ആയിരിക്കുന്ന ഒരു കളർ ആണല്ലോ അല്ലെ? അതന്നെ, അതിൽ തന്നെ 3 കളേഴ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഈ സെയിം പേൾ ഡീപ് ഗ്രൗണ്ട് ഗ്രേ തന്നെ അതിൽ തന്നെ വരുന്നുണ്ട്. ഓ, അതിൽ തന്നെ 3 കളേഴ്സ് വരുന്നുണ്ട്. ഈ പേൾ ഡീപ്പ് നമുക്ക് 3ലും വരുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് പറയുന്നത്? പ്രൈസ് വരുന്നത് നമുക്കൊരു ബേസ് വേരിയന്റ് ഒക്കെ ആണെങ്കിൽ 2.5 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോപ്പ് എൻഡ്സ് ഒക്കെ ആകുമ്പോൾ 2.8 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. CB350 ഹൈനസ്. ഇപ്പൊ എടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിന് ഇന്ന കളർ ഇല്ല എന്നുള്ള ഒരു വിഷമം ഉണ്ടാവും. അതങ്ങോട്ട് കമ്പനി തീർത്തു കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ ആദ്യം വന്നിരുന്നത് എന്ന് പറയുന്ന നോർമൽ എല്ലാ വണ്ടികൾക്കും, എല്ലാ കമ്പനിയിലും വരുന്ന എല്ലാ വണ്ടികൾക്കും വരുന്ന ഒരേ കളേഴ്സുകളാണ് വന്നിരുന്നത്. ബ്ലാക്ക്, ഗ്രീന്, ഗ്രേ, അങ്ങനെ നോർമൽ കളേഴ്സാണ് വന്നിരുന്നത്. അതിൽ നിന്ന് അപ്ഡേറ്റ് ആയിട്ടാണ് ഇപ്പോ ഈ ഒരു റിബൽ റെഡും അതുപോലെ തന്നെ ഈ ഒരു ഗ്രേ കളറും. നമുക്ക് 2025 വരുമ്പോ ഈ ഒരു കളേഴ്സും അത്യാവശ്യം ഒരു 2-3 അപ്ഡേഷനുകളും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ CB350 ഹൈനസ് ഒക്കെ എടുക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോയില് നമ്മുടെ ജോൺസ് ഹോണ്ട ബിഗ് വിങ്ങിലെ നമ്പർ കൊടുക്കും, ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം അല്ലെ വിഷ്ണു ബ്രോ? അതെ. ഓക്കെ, നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടുവരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഡിലേ ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുത്തുവിടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറീസ് ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ലോൺ ഫെസിലിറ്റി ഒക്കെ ഇവിടെ ഉണ്ടാവും. എല്ലാം ലോൺ ഫെസിലിറ്റി ഒക്കെ നമുക്കൊരു ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് കൊണ്ടൊക്കെ അപ്രൂവൽ എടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ്. 6.99 ആണ് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുള്ളൂ നമുക്ക്. വിഷ്ണു മച്ചാൻ, ഈ ഒരു സമയം കൊണ്ട് ഹോണ്ട CB350 വിശേഷങ്ങൾ പറഞ്ഞു തന്ന മച്ചാന് ഒരുപാട് നന്ദി. ഓക്കെ വിഷ്ണു മച്ചാൻ, അടുത്ത വീഡിയോയിൽ കാണാം. മച്ചാൻ, അപ്പൊ ഇന്നത്തെ വിശേഷം നമ്മുടെ ഹോണ്ട CB350 ഹൈനസിന്റെ വിശേഷങ്ങളായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടൺ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് ചവിട്ടി പിടിച്ചോളൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കെ വ്ലോഗ്സ് അഭിലാഷ്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.